നിങ്ങൾ വരുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളെ സ്വീകരിക്കാൻ ഞാൻ റെഡിയായിരുന്നത്. മൊത്തം കത്തിച്ചാമ്പലാവുന്ന എനിക്കെന്ത് സംഭവിക്കുന്നുള്ളത് എനിക്കൊരു വിഷയമല്ല. നിങ്ങൾക്ക് നല്ലവണ്ണം ആലോചിക്കാൻ ഞാൻ 10 സെക്കൻഡ് സമയം തരും. 1 2. ഇത് കുട്ടിക്കളിയല്ല. സിലിണ്ടർ പൊട്ടിത്തെറിച്ചാൽ ഞങ്ങൾ മാത്രമല്ല, നീ നിന്റെ ചേട്ടത്തിയും തീരും. ചേട്ടത്തിക്കൊന്നും സംഭവിക്കില്ല. അത് ഞാൻ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, ഇത്രയും നാൾ ഞാൻ എൻ്റെ ചേട്ടൻ്റെ കാശ് കൊണ്ടും ചേച്ചിയുടെ കാരുണ്യം കൊണ്ടുമാണ് ജീവിച്ചത്. ഞാൻ അവർക്ക് ഇതുവരെ തിരിച്ചൊന്നും കൊടുത്തിട്ടില്ല. ഇന്ന് ഞാൻ എൻ്റെ ജീവൻ കൊടുക്കും. 5. ഏയ് മച്ചാ, 3 4 എണ്ണില്ല. ഉറക്കം വന്ന് മറന്നുപോയി. അണ്ണാ, ഇവനാള് ശരിയല്ല. ഈ സിലിണ്ടർ പൊട്ടിത്തെറിച്ചാൽ ഇവിടുത്തെ അന്തരീക്ഷത്തിന്റെ ചൂട് 100 ഡിഗ്രിയായി വരും. പിന്നെ നിങ്ങൾക്ക് മനസ്സിലാകും 3rd ഡിഗ്രി ബേണിംഗ് എന്താണെന്ന്. തൊലി കത്തിക്കരയും, ചോര ആവിയാകും. വേദന എന്താണെന്ന് പറഞ്ഞറിയിക്കാൻ പോലും സാധിക്കില്ല. പെട്ടെന്ന് മരിച്ചാലൊന്നും അറിയില്ല, പക്ഷേ ഇഞ്ചിഞ്ചായി വലിയ കഷ്ടമായിരിക്കും. 6. ഞാനൊരു കാര്യം പറയാൻ മറന്നു. നിങ്ങളിട്ടിരിക്കുന്ന മാലയും ചെയിനും ഒക്കെ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫാമിലിക്ക് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചേക്കും. പക്ഷേ പാതിരാത്രി നിങ്ങൾ ഇവിടെ വരുമെന്ന് ആരും ചിന്തിക്കില്ലല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാം അനാഥ ശവങ്ങളാകും. 7. ഈ കള്ള കഴിവേറെ നമ്മളെ പച്ചയ്ക്ക് കത്തിക്കും. ഇവിടുന്ന് പോകുന്നത് തന്നെ ബുദ്ധി. 8. ശിവണ്ണനോട് നമ്മൾ എന്തു പറയും? ജീവൻ ഉണ്ടെങ്കിലേ അതിന്റെ ആവശ്യം വരും. അണ്ണാ, ഞാൻ ഓട്ടോ സ്റ്റാർട്ട് ചെയ്തിടാം. പാടാ. 9. എന്തു പറ്റി? ഗ്യാസ് ലീക്കായി. സേഫ് സൈഡിന് ഡോർ ഓപ്പൺ ചെയ്തിട്ടു. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല. ബായ്, അവന് കുറുക്കൻ്റെ ബുദ്ധിയാ. അവനവൻ്റെ ചേട്ടത്തിക്ക് വേണ്ടി കൊല്ലാനും ചാവാനും തയ്യാറായി നിൽക്കുക. ഉണ്ണി അവിടെ ഉണ്ടെങ്കിൽ അവളെ കൊല്ലാൻ കഴിയില്ല. ഒരു ബോളിൽ റൺസ് എടുക്കാനായില്ലെങ്കിൽ അതിനർത്ഥം കളി കഴിഞ്ഞു എന്നല്ല. സെഞ്ചുറി തികയ്ക്കാൻ നമ്മൾ കാത്തു നിൽക്കണം. പക്ഷേ വിക്കറ്റ് കളയാൻ ഒരു ബോൾ മതി. അവൻ അടുത്തില്ലാത്ത സമയം. പെർഫെക്റ്റ് ബോളിംഗ് ടൈം. ഈ ആപ്ലിക്കേഷനിൽ ഒന്ന് സൈൻ ചെയ്യണം. ഉടനെ ട്രെയിനിങ് പീരീഡ് സ്റ്റാർട്ട് ചെയ്യും. ഞാനോ? അതെ, നിന്റെ തന്നെ. സ്ഥലം വിറ്റ കാശ് ഇയാൾക്ക്. സാർ, അല്ല സാറിന് എനിക്കിങ്ങനെ ഈ ജോലി എന്നും ഇയാളുടെ ഫേസ് ഇങ്ങനെ, അല്ല സാറിൻ്റെ ഫേസ് ഇങ്ങനെ കാണുക എന്നൊക്കെ വെച്ചാൽ നമ്മുടെ കാശ് വാങ്ങിക്കഴിഞ്ഞ് കമ്പനി പൂട്ടിപ്പോയാലോ? വേണ്ട എടുത്തേ, ഞങ്ങൾ ഞങ്ങളുടെ കാശ് നോക്കിക്കോളാം. നിങ്ങൾ നിങ്ങളുടെ ജോലി നോക്കിക്കോളൂ. ദാ